ഇന്ന് കുറച്ച് ഫിലോസഫിക്കലാണ് കേട്ടോ. അതെന്താന്നല്ലേ, ഇന്ന് ശിരികണ്ഠപുരത്തപ്പന്റെ നടയിലെ സോപാന സംഗീതത്തിന്റെ അരങ്ങേറ്റാണ് കേട്ടോ. സോപാന സംഗീതത്തെ കുറിച്ച് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അറിയും തോറും സോപാന സംഗീതത്തോടുള്ള ഇഷ്ടം കൂടെ ഉണ്ടായി. സംഗീതത്തിന്റെ മാധുര്യവും ഭക്തിയുടെ ആഴവും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു അമൂല്യധനം തന്നെ. നമ്മൾ മലയാളികൾക്ക് അതുകൊണ്ട് തന്നെ അഭിമാനിക്കാട്ടോ. കാരണം എന്തല്ലേ, കേരളത്തിന്റെ മാത്രം സ്വന്തമാണ്. ഇതിനെല്ലാത്തിനും ഉപരി ഉണ്ടല്ലോ, ഭഗവത് സ്വരൂപത്തെ ആപാദ ചൂടം വർണ്ണിച്ച് ഭഗവത് സംബോധനകൾ പാടി സ്തുതിച്ച് നടക്കിൽ തൊഴുതു നിൽക്കുന്ന എല്ലാവരിലേക്കും ഭക്തിപ്രഭാവം പകർന്നു നൽകുന്ന ഒരു ഉത്തമ സാധന തന്നെയാണ് കേട്ടോ സോപാന സംഗീതം. അത് പറയാതെ വയ്യ. അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇടയ്ക്കയും താള നിയന്ത്രണത്തിന് ചേങ്ങില്. ഈ ഇടയ്ക്ക എന്ന നാമുണ്ടല്ലോ, ഈ ഇടയ്ക്ക് എന്ന പദത്തിൽ നിന്ന് അത്ര വന്നത്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയ്ക്ക്, അതായത് നമ്മൾ ഒരിക്കലും ഇടയ്ക്ക താഴെ വെക്കില്ല അത്രേ, ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയ്ക്കേ വെക്കുള്ളൂ. അതുപോലെ തന്നെ വേറൊരു രസകരമായിട്ടുള്ള അറിവ് തന്നെയാണ് നമ്മുടെ ശിരസിന്റെയും പാദത്തിന്റെയും ഇടയ്ക്ക്, തോളോട് ചേർന്നിട്ട് ഹൃദയസ്പർശിയായിട്ടാണ് സ്ഥാനം. അങ്ങനെയാണ് അത്രേ നമ്മുടെ അവിടെയൊക്കെ ഇടയ്ക്കാന്ന് കേട്ടോ പറയാ, ചിലയിടങ്ങളിൽ ഇടയ്ക്ക് എന്ന് തന്നെയാ പറയാന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇടയ്ക്ക് നിന്ന് ഇടയ്ക്കായി മാറിയതെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും എല്ലാ ഭക്തരുടെ ഹൃദയത്തിലും വഴങ്ങുന്ന ഒരു ദൈവീക അനുഭൂതി, അരങ്ങേറ്റത്തിന് ഗുരുസ്ഥാനീയനായിട്ടുള്ളത് ശ്രീ കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ണികൃഷ്ണ വാര്യരെ അറിയാം, എങ്കിലും കൂടുതൽ പരിചയപ്പെടുത്തട്ടെ. സോഷ്യൽ മീഡിയയിലെ ഫേമസ് ആയിട്ടുള്ള ഏരൂർ ബിജു അദ്ദേഹത്തിന്റെ ഗുരുവാണ്. അദ്ദേഹം അടുത്ത ബാച്ച് തുടങ്ങായി. ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ട് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാം. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.